ആശിഫ് ഇതെന്താ ആകെ വെള്ളം മൊത്തം അലമ്പാണല്ലോ. ഓ ഇത് നമ്മളെ കസ്റ്റമറെ ഇന്നലെ വന്നിട്ട് നോക്കിയതാ. അപ്പൊ ഞാൻ ഇന്നലെ സൈറ്റ് വന്ന് നോക്കി ഫുള്ള് അയൺ കണ്ടന്റ് കൂടുതലായി വെള്ളത്തിന്. അതല്ലേ? നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി കൊടുത്താലോ? പിന്നെ എന്താ, തീർച്ചയായിട്ടും. എങ്ങനെ ഇതിന്റെ ടെക്നോളജി? ഇതിന്റെ ടെക്നോളജി നമ്മളൊരു FRPS ഇട്ടിട്ട് അയൺ റിമൂവർ, അതായത് വെള്ളത്തിന് ഫുൾ അയണ ഉള്ളത്. അപ്പൊ നമ്മളൊരു അയൺ റിമൂവർ ഫിൽറ്റർ ഇട്ട് വെള്ളത്തിന് കംപ്ലീറ്റ് ഈ യെല്ലോ കളർ ആയിക്കോട്ടെ, ഈ ടർബിലിറ്റി ആയിക്കോട്ടെ, അയൺ കണ്ടന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കായിരിക്കും. ആയിക്കോട്ടെ, നമുക്ക് പോയോക്കാലോ. ആയിക്കോട്ടെ. അല്ലടാ ആശിഫ, ഇതെന്തൊരു സങ്കട സാധനം ഉണ്ടല്ലോ. ഏത് ഇതോ? ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള മീഡിയാസ് ആണ്. അപ്പൊ നമ്മളെ വെള്ളം ലാബിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള മീഡിയാസ് നമ്മളിപ്പോൾ ഇടുന്നത്. ഇതായിക്കോട്ടെ, ഇത് കാറ്റലോക്സ്, ഫൈൻ സാൻഡ്, അതേപോലെ സൈലെക്സ്. സൈലെക്സിന്റെ 3 വിധം ടൈപ്പ് സൈലെക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ്, നല്ലൊരു വെസലും വെച്ചിട്ട് കസ്റ്റമേഴ്സിക്ക് എന്താണ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം കിട്ടണം. അതായത് ഇപ്പൊ കിണറത്തെ വെള്ളം ഭയങ്കര അയൺ കണ്ടന്റ് ആണ്. അവര് ബാത്റൂം ഫിറ്റിംഗ് ആയിക്കോട്ടെ, കുടിവെള്ളം ആയിക്കോട്ടെ, വയൽ കുടിക്കാൻ പറ്റില്ല. അവർ പുറത്തുനിന്നാണ് ക്യാൻ വാട്ടർ വാങ്ങുന്നത്. അപ്പൊ നമ്മൾ ഈ വെസലും വെച്ച് കൊടുക്കേണ്ട, അത് കൂടാണ്ട് ഒരു വാട്ടർ പ്യൂരിഫയറും വെച്ച് കൊടുക്കേണ്ട അവർക്ക്. സഹായത്തിനായിട്ട് നമ്മുടെ നാസർക്ക ഭയങ്കര പണിയിലാണല്ലോ ആശിഫേ. ഇതിപ്പോ സെപ്പറേറ്റ് കണക്ഷൻ എടുക്കാണോ അതോ നിങ്ങളെ കണക്ട് ചെയ്ത് കൊടുക്കുക? എങ്ങനെയാണ് ഇതിന്റെ? ഓൾറെഡി കണക്ഷൻ ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ബാക്കിയുള്ള ആളുകൾ എന്താ വെച്ചാല് എല്ലാരും ഔട്ട്ലെറ്റിലേക്കാരം കൊടുക്കുക. അതായത് ടാങ്കിന്റെ ഔട്ട്പുട്ടിനേക്കാരം കൊടുക്കുക. അപ്പൊ അങ്ങനെ ആവുമ്പോ ബാക്ക് വാഷ് കറക്റ്റായി നടക്കൂല, ഫിൽട്രേഷനും കറക്റ്റ് നടക്കൂല. അപ്പൊ നമ്മൾ പ്രഷർ വേണം, ഈ അയൺ കണ്ടന്റ് പോകണമെങ്കിൽ അത്യാവശ്യം പ്രഷർ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, നമ്മള് കിണറത്തെ പമ്പ് കണ്ടല്ലോ, ആ പമ്പിന്റെ ഔട്ട്പുട്ട് നേരെ ഇതിന്റെ ഇൻപുട്ടിൽ കണക്ഷൻ കൊടുക്കുകയാണ്. ഇതിന് ഇൻപുട്ടിൽ കണക്ഷൻ കൊടുക്കുക. പിന്നെ നേരെ ടാങ്കിലോട്ടാ പോകുന്നത്. കിട്ടും ചെയ്യും, പൈപ്പ് ലൈനും ക്ലീൻ ആയി കിട്ടും. നമ്മൾ ഒരു കാരണവശാലും ടാങ്കിന്റെ ഔട്ട്പുട്ടിൽ കൊടുക്കരുത്. അപ്പൊ ഇതിനൊരു പ്രഷറും ഉണ്ടാവൂല, നമ്മളെ ലൈനുകളും കുറെ വാളും കാര്യങ്ങളൊക്കെ ആയി മാറും. ഇതാകുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് പരിപാടി നമുക്ക് നടത്താൻ പറ്റും. നാസർക്ക, എന്താ നടച്ചാലോ? നമുക്ക് നടക്കാലോ, സമയങ്ങളുണ്ടല്ലോ. ഇങ്ങോട്ട് പോയാ ഇത് നമ്മൾ ആദ്യം പൈപ്പ് ക്ലോസ് ചെയ്യണം കേട്ടോ, കവർ വെച്ചിട്ട്. അല്ലെങ്കിൽ ഈ മണ്ണൊക്കെ ഇതിനകത്തോട്ട് പോകും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആഷിഫ് ബ്രോ, പറഞ്ഞോ. എന്റെ ഷോപ്പ് എവിടെയാണ് വരുന്നത്? എന്റെ ഷോപ്പ് വരുന്നത് നമ്മളെ പട്ടാമ്പി ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റ് IVS മദ്രസ ബിൽഡിംഗ് ഫസ്റ്റ് ഫ്ലോറിലാണ്. അതെ, സ്ഥാപനത്തിന്റെ പേര് പ്യൂർ H2O. അപ്പൊ നിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. നമുക്ക് ഇവിടെ മാത്രമല്ല, നമുക്ക് ചെന്നൈയിലും ഉണ്ട് നമുക്ക് സ്ഥാപനം. ചെന്നൈയിലുണ്ട്. നമ്മൾ ഹോൾസെയിൽ റീറ്റെയിൽ ആയിട്ട് ബെസ്റ്റ് പ്രൈസിന് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അത്രയും ബെസ്റ്റ് പ്രൈസിനാണ് നിങ്ങൾ കൊടുക്കുന്നത്. എന്തൊക്കെയാണ് പരിപാടികളുള്ളത്? നമ്മൾ എല്ലാവിധ വെള്ളം, നിങ്ങൾ ചളി കലക്കാലും വേണ്ടില്ല, ഉപ്പ് കലക്കാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, എന്ത് വെള്ളം നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് ക്രിസ്റ്റ്യൻ ക്ലിയർ ആയിട്ടാണ് കൊടുക്കും. അത്രയും കോൺഫിഡൻസോ ഡബിൾ കോൺഫിഡൻസ് അല്ലേ? ചെന്നൈയിൽ എങ്ങനെ ഹോൾസെയിലോ റീറ്റെയിലോ? ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ രണ്ടും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 15 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. 15 വർഷമായിട്ട്. അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഈ കോൺഫിഡൻസ് ഉള്ളത്. അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവൂല. ആശിഫേ, ഇതിപ്പോ ഇങ്ങനെ കുറെ ആയാലും ഇങ്ങനെ ഇടാൻ തുടങ്ങിയിട്ട് ചെയ്യും. അപ്പൊ ഇതിനെന്തെങ്കിലും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്? പിന്നെ കണക്കില്ലാണ്ട് നമ്മൾ ഇഷ്ടത്തിന് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ എങ്ങനെ ഇതിപ്പോ വരുന്നത് ഒരു 1354 ഒരു വെസല വരുന്നത്. 1354 പറയുമ്പോ ഇതിന്റെ ഹൈറ്റും അതിന്റെ വിട്ടും ഒക്കെ വളവിട്ട് 1354 ഒരു വെസൽ വരുന്നുണ്ട്. അങ്ങനെ. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഇതില് നമുക്ക് ഇടുന്നത് ഓരോ വെള്ളത്തിനനുസരിച്ചിട്ടാണ്. ചില വെള്ളത്തിനാവുമ്പോ എന്താണ്, നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്താൽ മതി. പക്ഷെ ചില വെള്ളത്തിന്റെ ഘടന അനുസരിച്ചിട്ട് ചിലര് നമ്മൾ 20 കിലോ ഇടേരും, ചിലര് നമ്മൾ 15 കിലോ ഇടേരും. അതങ്ങനെ. അപ്പൊ നമ്മള് താഴത്ത് ഇട്ടിക്കണത് 20 കിലോന്റെ ഇട്ട് അതിന്റെ പിന്നെ നമ്മള് ഈ സാധനം നമ്മൾ എന്ത് പറ്റി ഒരു 20 ഇട്ടുണ്ട്. അങ്ങനെ അതിങ്ങനെ ഇതാക്കിയിട്ട് നമ്മളിങ്ങനെ. ഇവിടുത്തെ വെള്ളത്തിന് നമുക്ക് എത്ര വേണം? ഇവിടുത്തെ പൊക്കപ്പാട് കൂടിയിട്ടേ ഒരു 100 കിലോന്റെ അടുത്ത് നമുക്ക് സാധനം ഇടേണ്ടി വരും ഏകദേശം. മതിയോ ആശിഫേ? അപ്പൊ നമ്മള് ഒരെണ്ണം കഴിഞ്ഞു, ഇപ്പൊ 2 എണ്ണം കഴിഞ്ഞു, ഇത് 3ാമത്തെ കല്ലപ്പെടുന്നത്. ഇതൊക്കെ ഇപ്പൊ എന്താ ഇതിന്റെ ഒരു ഇപ്പൊ നമ്മളിപ്പോ ഇട്ടിക്കണത് ഫസ്റ്റ് എന്താന്നറിയോ? ഫസ്റ്റ് ഇട്ടിക്കണത് 2x4 സൈലെക്സ് ഇട്ടിക്കണത്. രണ്ടാമത് 4x8 സൈലെക്സ്. ഇതാണ് 4x8. പിന്നെ നമ്മളിപ്പോ 8x16 സൈലെക്സ് ആണ് ഇടുന്നത്. അതാണ് ഈ ചെറുത്. ഇപ്പൊ മൂന്നാമതായി നടക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ മൂന്നാമത് നടക്കുന്നത്. ഇപ്പൊ 4ാമത് ഫൈൻ സാൻഡ്. ഇതിപ്പോ സാധാ മണലാണോ? സാധാ മണലല്ല, ഒന്നും കൂടി ഫിൽറ്റർ ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു മണലാണ്. കാണുമ്പോൾ സാധാ മണൽ, ആൾക്കാർ കാണുമ്പോൾ സാധാ മണലല്ല. അത് നമുക്ക് പിടിച്ചാൽ തന്നെ അറിയാൻ പറ്റും. വ്യത്യാസം. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് കാറ്റലോക്സ്. അത് എന്താ കാര്യമായിരുന്നോ?
കരിമരുന്നല്ല, കാറ്റലോഗ്സ് എന്നൊരു മീഡിയ ആണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ജർമ്മന്റെ സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വെള്ളത്തിൽ അയണ് സ്മെല്ല് എല്ലാം കൊടുക്കും. അത്ര അടിപൊളി സാധനമാണ്. വെള്ളം അത്രയും ക്ലിയർ ആയിട്ട് കൊടുക്കും. ഓക്കെ, ഇത് സുഖമായിട്ട് കേറും കേട്ടോ ഉള്ളിലേക്ക്. മറ്റേത് മാതിരി അടങ്ങാറാവണ്ട. ഇത് പൈൻസാൻഡാണ്, മണല് പോലെ തന്നെ, പക്ഷെ ഇത് ഫിൽറ്റേർഡ് സാൻഡാണ്. മണലിനെയാണ് ശരിക്കും ഒന്നുകൂടി ഫിൽറ്റർ ചെയ്തിട്ട് ഫൈൻ സാൻഡ്, അതായത് പൊടിമണൽ എന്നൊക്കെ പറയാം. ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. ഇത് ലാസ്റ്റ് ലെയറാണിത്, കാറ്റലോഗ്സ്. ഈ പറഞ്ഞല്ലേ കരിമരുന്ന് എന്നുള്ളത്, എന്നാ കരിമരുന്ന് തന്നെ. ഇത് കരിമരുന്നല്ല, കാറ്റലോഗ്സ്, മെയ്ഡ് ഇൻ ജർമ്മനിയുടെ സാധനമാണത്. ഈ വെസല് എന്താ മെറ്റീരിയലാടാ ആസിഫേ? ഇരുമ്പ്? ഇത് ഫൈബർ ആണ്. FRP വെസൽ എന്ന് പറയുന്നത്. FRP, അതായത് ഫൈബർ മെറ്റീരിയൽ ആണ്. ഫൈബർ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണിത്. ക്വാളിറ്റി ഉണ്ടല്ലേ? ഇതിപ്പോ എന്താ പറയാ, ചില സാധനങ്ങള് 2 ലെയർ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ വെക്കുന്ന 3 ലെയർ ആണിത്. പ്രഷറിൽ പൊട്ടാൻ പാടില്ലല്ലോ. ഇതാണ് നമ്മുടെ കസ്റ്റമർ കേട്ടാ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. सेठू भाई आपको लगाने का जो वजह तो वो क्या था, बताइए थोड़ा। मेरा कैनर है, तो कैनर में पानी, कैनर से जब आता है तो पूरा लाल कलर का पानी आता है। अच्छा। बिल्कुल लाल मिट्टी ऊपर उठाता है कैनर का। तो फिर मेरे फ्रेंड को मैंने ऐसे बताया प्रॉब्लम, तो उन्होंने बोला ये लगा लो तो इससे सही हो जाएगा पूरा पानी का, क्योंकि इसमें से पानी फिल्टर होके टैंकी में पूरा साफ पानी चला जाएगा। बाथरूम में भी वो क्लोसेट वगैरह पीला रंग हो गया, पूरा बाथरूम मेरा क्लोसेट पूरा लाल हो गया था। तो फिर मैंने फ्रेंड को बताया तो उन्होंने बोला कि ये सोल्यूशन है, इसलिए फिर ये लगवा रहे हैं अभी हम लोग। നമുക്ക് മൾട്ടിപോർട്ട് വെള്ളം കിട്ടിയാട്ടോ. ജസ്റ്റ് ഹാൻഡ് ടൈറ്റ് മതി, നമ്മളൊരു ടഫ്ലോണോ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹാൻഡ് ടൈറ്റ് കൊടുത്താൽ മതി. അത് മതി. ഇനി നമുക്ക് ഇതിനനുസരിച്ച് തിരിച്ചു വെക്കുക. അത് താഴത്തൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം, കാരണം ഈ കല്ലും കാരണം ഒന്നും അതിൽ വിടാൻ പാടില്ലല്ലോ. വെയിറ്റ് ഉണ്ട് ശരിക്കും. ഇതിനെ ഒരു ബേസ്മെന്റ് നമ്മൾ കൊടുക്കണാണ്, ഒരു കോൺക്രീറ്റിന്റെ. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല, കാരണം ഇവിടെ കട്ടിട്ടോണ്ട് നല്ല നീറ്റ് പ്ലേസ് ആണ്, നമുക്ക് ഒരു ടെൻഷനും ഇല്ല. പിന്നെ എപ്പോഴും കുറച്ച് ഗ്യാപ്പ് ഇടുക, കാരണം നമുക്ക് ഫ്യൂച്ചറിൽ ഇത് തിരിക്കാനും മറ്റുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാക്കണമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ എപ്പോഴും ചെയ്യാം. അതെല്ലാവരും ശ്രമിക്കാം കേട്ടോ ചെയ്യാൻ. അങ്ങനെ വെയിലും വന്നുട്ടോ. എല്ലാരും നന്നായി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക വെയിലത്ത്. മിനിമം 3 ലിറ്ററിലും കുടിക്കണം, അതെങ്കിൽ പ്രശ്നം. അത് നല്ല വെള്ളം കുടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഫിൽറ്ററുകള്, ഞാൻ എല്ലാ വീട്ടിലും ഫിൽറ്റർ വെക്കണം ഞാൻ ആരും പറയണില്ല. നമ്മുടെ വീട്ടിലെ കിണർ വെള്ളം നല്ല വെള്ളമാണെങ്കിൽ ഒരു കാരണവശാലും ഫിൽറ്റർ വാങ്ങരുത്. നമ്മളെ വീട്ടിലെ വെള്ളം മോശമാണെങ്കിൽ മാത്രമേ ഈ ഫിൽറ്റർ വാങ്ങിയിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ ചുമ്മാ ആഡംബരത്തിന് വെച്ചിട്ട് കാര്യമില്ല, അത് നമുക്ക് ദോഷഫലം ചെയ്യും. വായു പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വാൾവുകളും മറ്റുള്ള ഇങ്ങനെ അലങ്കോലമായിട്ട് കാണണ്ട, സിമ്പിൾ ആയിട്ട് നമുക്ക് വാൾവും കാര്യങ്ങളും തുറക്കേണ്ട. ഇതാണ് നമ്മൾ വാൾവുകൾ ഒഴിവാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വാൾവൊക്കെ ഇട്ടിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ വാൾവൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. അവര് പറഞ്ഞ ഒന്നും ചെയ്യേണ്ട, ഇവിടെ നോർമലി ഉള്ള വാൾവ് അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുള്ളൂ എന്ന് പറഞ്ഞു. ആശുപത്രിന്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോ എങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ? ഇനിയുള്ള പ്രോസസ്സിംഗ് പറഞ്ഞാൽ മോട്ടർ ഓൺ ചെയ്യുക, ബാക്ക് വാഷ് ചെയ്യുക. ബാക്ക് വാഷ് ചെയ്യുന്നപ്പോ നമ്മൾ ഈ ഫിൽറ്റർ മീഡിയയിൽ കംപ്ലീറ്റ് കഴുകണം. ഒന്നുകൂടി കഴുകണം. ഒന്നുകൂടി കഴുകിയതിന് ശേഷം അതിലുള്ള കംപ്ലീറ്റ് കച്ചറ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരണം. ഓട്ടോമാറ്റിക് അത് നമ്മളിപ്പോ ഹാൻഡിൽ നമ്മൾ തിരിച്ചു വെച്ചിരിക്കണം, ബാക്ക് വാഷ് ഇതിൽ തിരിച്ചു വെച്ചിരിക്കണം. ഇത് ഇതിനെ മൾട്ടിപോർട്ട് വാൾ എന്ന് പറയാം. അതിൽ 3-4 വിധം വാൾവുകൾ ഉണ്ട്, അതുകൊണ്ട് മൾട്ടിപോർട്ട് വാൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബാക്ക് വാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കംപ്ലീറ്റ് കച്ചറയും കാര്യങ്ങളൊക്കെ വേസ്റ്റേജ് ആയിട്ട് പോകും. അതിനുശേഷം ഈ റിൻസ് ഒന്നുകൂടി നമ്മൾ ഒന്നുകൂടി കഴുകുക, കഴുകിയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയെന്ന് വരും നോക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഫിൽറ്ററിൽ കണക്ഷൻ കൊടുക്കാവൂ, അല്ലെങ്കിൽ ഫുള്ള് കച്ചറ മേലെ ടാങ്കിൽ പോകില്ലേ. അപ്പൊ നമുക്ക് ആ പ്രോസസ്സിംഗ് ചെയ്ത് നോക്കാം. ബാക്ക് വാഷ് വെള്ളം വരുന്നേ ഇതാണ് ബാക്ക് വാഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള മീഡിയകളൊക്കെ വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാണ് ഇപ്പൊ. ചളി മൊത്തം കളഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഒരു പൈപ്പ് ഇട്ട് അങ്ങോട്ട് ഇടാണ്ട്, നമ്മളിപ്പോ അത് വീട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. ഓക്കെ, എപ്പോ വേണ്ട ബാക്ക് വാഷ് കംപ്ലീറ്റ് പൊടി പോരാണ്, കംപ്ലീറ്റ് പോരും.
ഞാൻ എന്തുകൊണ്ടാണ് മോട്ടറിൽ കൊടുക്കുന്നത് പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ക്ലിയർ ആയിട്ട് കിട്ടണം. നമ്മൾ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ നല്ല പ്രഷറിൽ ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഡസ്റ്റ് കംപ്ലീറ്റ് പുറത്ത്. ലൈനിൽ കൊടുത്താൽ എന്താണ് ബാക്ക് വാഷ് വളരെ സ്ലോ ആയിട്ട് വെള്ളം വരുള്ളൂ. അപ്പൊ നമ്മൾ ഇത് പമ്പിൽ കൊടുക്കുമ്പോൾ അതിൻ്റെതായ ആ ക്ലിയറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്ക് വാഷ് അതിന് കഴിഞ്ഞ് കിട്ടും. എന്താ നാസർക്ക് അപ്പൊ ഇത് ഇവിടെ ഇതെന്താ എക്സ്ട്രാ ഫിറ്റിംഗ് എന്താ സംഭവം? ഇത് സബ്മേഴ്സിബിൾ മോട്ടർ ആയ കാരണേ വെള്ളം റിട്ടേൺ കിണറിലേക്ക് തന്നെ പോവുക. അത് അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ അത് പരിഹരിക്കാനാണ് ഇപ്പൊ ഈ NRE കൊടുക്കുന്നത്. എന്നാ പിന്നെ ഇതിന്റെ കോമ്പൗണ്ടിന്റെ പുറത്തു പോകില്ല. വെള്ളം അവിടെ ലോക്കായി കിടന്നോളൂ അല്ലെ. കിണറും പിന്നെ കൂടുതൽ കലങ്ങൂല. കിണറും നല്ലതാണ്. ഈ വെള്ളമാണ് ഇപ്പൊ ഇവര് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന വെള്ളം കേട്ടോ. കാണിച്ചു തരാം. അപ്പൊ ഞാൻ അതിന്റെ ബുക്കിൽ കാണിച്ചു തരാം. ഇതാണ് ആ കിണറത്തെ നമ്മൾ കാണിച്ച കിണറത്തെ വെള്ളം. ഈ കളറിലുള്ള വെള്ളമാണ്. ഫിൽറ്റർ ചെയ്തിട്ട് എന്ത് കളറിലെ വരും നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് മേലെ ടാങ്കിനോട് പോയേക്കാം. നമ്മളൊരു ടാങ്കിൽ ഫിൽറ്റർ വാട്ടർ കയറ്റിയിട്ടില്ല. അതിന് മുന്നേ ടാങ്കിലത്തെ വെള്ളം ഞങ്ങൾ പോയി വാൾവ് തുറന്നിട്ട് കാണിച്ചു തരാം. ഈ കളറിലാണ് വെള്ളം വരുന്നത്. ഇപ്പൊ സാറിന്റെ വീട്ടിൽ വന്നിട്ട് വെള്ളത്തിന് അയൺ കണ്ടന്റ് കൂടുതലായിരുന്നു. അപ്പൊ ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതേപോലെ തന്നെ നമ്മൾ വെസൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നമുക്ക് ബാക്ക് വാഷും കഴിഞ്ഞു. ഇപ്പൊ ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടാങ്കിലേക്ക് വെള്ളം ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇനി കസ്റ്റമർ കിട്ടും. അപ്പൊ ആസിഫെ ഇതുപോലുള്ള ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം അല്ലെ. ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി ജുമാ മസ്ജിദ് നേരെ ഓപ്പോസിറ്റ് ഉള്ള IVS മദ്രസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളെ കടയുള്ളത്. ഓക്കെ, പിന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.